നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇന്ന് കേരളം വിധി എഴുതുകയാണ്. ആരാണ് അടുത്തത് നമ്മളെ ഭരിക്കേണ്ടത് എന്നുള്ളതിന് ഇന്ന് ഒരു ഉത്തരം എല്ലാ മലയാളികളും ഇന്ന് നൽകും. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. ഇന്നലെ വരെ നല്ല മൗനപ്രചാരണമാണ്, പക്ഷെ ഇന്നലെ വരെ പല മണ്ഡലങ്ങളിലും പല വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കും? മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ വലിയ ഭരണവിരുദ്ധതയുണ്ട്, വലിയ പിണറായി വിരുദ്ധതയുണ്ട്. നമ്മൾ ആ കാലഘട്ടത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേണും വിജയ സാധ്യതയുമൊക്കെ പരിഗണിക്കുമ്പോൾ മിനിമം ഒരു 90-100 സീറ്റിന് UDF വിജയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ UDF വിജയിക്കുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ഒരു ത്രികോണ മത്സരമാണ്. 30 സീറ്റുകളിൽ BJP ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിന് തിരുവല്ലയിൽ അനൂപ് ആൻ്റണി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ചില സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. ശക്തമായ മത്സരമാണ് തിരുവല്ലയിൽ, ചെങ്ങന്നൂരിൽ, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സീറ്റുകളിലും. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പേരെടുത്ത് പറയുന്നത് നേമം കഴക്കൂട്ടമാണ്, പക്ഷെ അതിലപ്പുറം ചിറയൻകീഴ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, ഈ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ മത്സരമാണ്. വട്ടിയൂർക്കാവിൽ പോലും ശ്രീലേഖ വളരെ തിളക്കമാർന്ന മത്സരമാണ്. ഈ തിളക്കമാർന്നത് എന്ന് പറയുമ്പോൾ ഞാനതിനെ വിജയസാധ്യതയിലേക്കല്ല ബന്ധിപ്പിക്കുന്നത്. ഒരു ത്രികോണ മത്സരത്തിൽ 3 സ്ഥാനാർത്ഥികളാണ് വരുന്നത്. ഒന്ന് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി LDF സ്ഥാനാർത്ഥി, 2 UDF സ്ഥാനാർത്ഥി, 3 NDA സ്ഥാനാർത്ഥി. വാസ്തവത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് മറ്റ് 2-3 സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ടുമായി ഒന്ന് തുലനം ചെയ്യുമ്പോൾ അവരെക്കാൾ വളരെ കുറവായിരിക്കും വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുക. ഇവിടെ 3ാം സ്ഥാനത്തേക്ക് ആരാണ്, 3ാം സ്ഥാനത്തെത്തുന്നയാൾ എത്രമാത്രം വോട്ട് പിടിക്കും, ഇതെല്ലാം മാനദണ്ഡമാകും വിജയി നിശ്ചയിക്കുന്നതിൽ. CPM-നെ സംബന്ധിച്ച് അതൊരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയിൽ വിള്ളലുകൾ വീണു എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പിണറായിസത്തിനെതിരെയുള്ള ഒരു വികാരം ആ പാർട്ടി പ്രവർത്തകരിലും അനുഭാവികൾക്കിടയിലുമൊക്കെ ശക്തമായുണ്ട്. ഇക്കുറി ഒരു തിരുത്തൽ വേണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കിടയിലുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം LDF ചില സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ടി അണികൾക്ക് കൊടുത്തു. ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ പാർട്ടിയെ തോൽപ്പിച്ച് ശിക്ഷിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ BJP വളരും, CPM അസ്തമിച്ചു പോകും. പിണറായിയെ തോൽപ്പിക്കാൻ നിങ്ങൾ LDF-നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഈ സന്ദേശമാണ് പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ CPM കേഡർ അണികൾ, അനുഭാവികൾ, അതിനോട് ഏതെങ്കിലും തലത്തിൽ ഒരു അനുഭാവം പുലർത്തുന്നവർ, അവരൊക്കെ LDF-ലേക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുക. സ്വിംഗ് വോട്ടുകൾ, കേരളത്തിൽ പൊതുവെ സ്വിംഗ് വോട്ടുകളായി വിദഗ്ധർ പറയുന്ന ഒരു 5% മുതൽ 8% വരെയുള്ള വോട്ടാണ്. അതിൻ്റെ ആനുപാതിക റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. സ്വിംഗ് വോട്ടുകൾ ആർക്കാണ് കൂടുതൽ പോകുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും വിജയം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മിക്ക തദ്ദേശ വാർഡുകളിലും BJP-ക്ക് വലിയ വിജയപ്രതീക്ഷയില്ല എന്ന് വോട്ടർമാർക്കറിയാം. അവരതുകൊണ്ട് തന്നെ ആ ഭരണവിരുദ്ധത, LDF-നോടുള്ള അമർഷം, പിണറായി വിജയനോടുള്ള അമർഷം കൃത്യമായി UDF-ലേക്ക് വോട്ടുകൾ നൽകി അവർ പ്രകടിപ്പിച്ചു. ഇവിടെ ചിത്രം വേറിട്ട് നിൽക്കുന്നു. ഇവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി, ഞാനിത് പച്ചയായ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. ഒന്ന്, UDF-ൻ്റെ ഏറ്റവും പ്രമുഖ ഘടകകക്ഷി എന്ന് പറയുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം സമുദായം UDF-ലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന പൊതുപ്രതീതി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായ പിന്തുണ LDF-ന് കിട്ടിയെങ്കിൽ ഇക്കുറി UDF-ലേക്ക് പോകുന്നത്. BJP തങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും മുഖ്യ ആയുധമാക്കിയതും അതുതന്നെയാണ്. ഒരു സമുദായം UDF-നെ പിന്തുണയ്ക്കുന്നു, മുസ്ലിം ലീഗിന് കൂടുതൽ അപ്രമാദിത്വം വരുന്നു. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമുദായത്തിൽ നിന്ന് തങ്ങൾക്ക് കൂടുതൽ ശക്തി തരണം എന്ന അഭ്യർത്ഥനയാണ് മറുവശത്ത് NDA BJP മുന്നോട്ട് വച്ചത്. ഞാൻ സാമുദായിക ഇക്വേഷനുകളിലേക്ക്, അതിൻ്റെ ഘടകങ്ങളിലേക്ക് ഒന്നുകൂടി വരാം. പക്ഷേ ഒരു പൊതുചിത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് തെക്കൻ കേരളത്തിൽ BJP-ക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ ഇടവരുത്തി. അതുകൊണ്ടാണ് BJP 1 മുതൽ 5 സീറ്റുകൾ വരെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തങ്ങൾക്ക് എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ ഇക്കുറി
വോട്ട് നൽകണമെന്നവർ പറയുന്നതിൻ്റെ ഒരു കാരണം ഇക്കുറി 5 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ 2031 തങ്ങൾ ഒരു നിർണായക ശക്തിയാകും. അപ്പോൾ അതിൻ്റെ ഒരു ചുവട് ഉറപ്പിക്കലാണ്. അപ്പോൾ BJP പ്രവർത്തകർക്കും BJP അനുഭാവികൾക്കും NDA മുന്നണിയിലുള്ള മറ്റ് പ്രവർത്തകർക്കും അനുഭാവികൾക്കുമൊക്കെ ഇക്കുറി NDAക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നൊരു വാശി അവരിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനപ്പുറം ഭരണവിരുദ്ധ വികാരമുള്ള വലിയൊരു ജനത, ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ അവർ UDF വോട്ട് ചെയ്യാനിരുന്നവരായിരിക്കാം, അവരുടെ വോട്ടും ശേഖരിക്കാൻ BJP കഴിയുന്നു. ഇവിടെയാണ് നമ്മൾ UDFൻ്റെ സാധ്യത പരിശോധിക്കേണ്ടത്. അപ്പോൾ 90-100 സീറ്റ് എന്നുള്ളൊരു തരംഗം അത് എത്രമാത്രം UDFന് അനുകൂലമാകും? ഒരു കാര്യം ഉറപ്പാണ്, BJP അവരുടെ വോട്ട് ഷെയർ മിനിമം ഒരു 5-6% വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ LDF അവരുടെ വോട്ട് ഷെയർ കഴിഞ്ഞാൽ 2021 45% എന്നുള്ള അവർക്ക് താഴും, സ്വാഭാവികമായിട്ട് താഴേക്ക് പോകും. അതിന് അവർ 5-6% താഴേക്ക് പോയാലും UDFന് അതിനെ മറികടക്കാൻ കഴിയുമോ? എപ്പോഴൊരു 5% വോട്ടിംഗ് പാറ്റേണാണ് 100 സീറ്റിലെത്തിക്കുന്നൊരു മുന്നണിയെ. ഇതിനെ ഘടകം മറിക്കുമോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികം നമുക്ക് തോന്നാം. കാരണം BJP ഇപ്പോൾ ശക്തമായ പോരാട്ടം നടത്തുന്നു. ഒരുപക്ഷെ അവർ 2ാം സ്ഥാനത്തോ 5 മണ്ഡലങ്ങൾ വരെയാണോ 1ാം സ്ഥാനം പ്രവചിക്കുന്നത്, 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്താണ് എങ്കിൽ പോലും 2ാം സ്ഥാനത്തിന് തൊട്ടടുത്തോ എത്താൻ സാധ്യതയുള്ള 30 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ ഇനി കേരളം ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുക, ഒരു വശം. 2, നമ്മൾ നേരത്തെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവസാന നിമിഷം SDPI അവർ ഒറ്റക്കെട്ടായി LDFലേക്ക് ചാഞ്ഞു. പല മണ്ഡലങ്ങളിലും ഇപ്പോൾ മുസ്ലിം സമുദായ ഒരു ഐക്യ ഫോറമുണ്ട്. അവർ ആലോചിച്ച് തീരുമാനമെടുത്ത് ഏതെങ്കിലും മുന്നണിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ മറ്റ് സമുദായങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയൊരു റിസ്ക് UDF നേരിടുന്നത്. മറുവശത്ത് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ വലിയ തരംഗം നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടു. അതിനുശേഷം ക്രിസ്ത്യൻ സമുദായ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. UDFലേക്ക് ഒരു ശക്തമായ ഒരു അനുകൂല മനോഭാവം ആരും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. അവർ NDA, LDF മുന്നണി UDFനെ വളരെ കൃത്യതയോടെ ഒരു സമഭാവനയോടെ ഇപ്പോൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരുടെ വോട്ട് എങ്ങോട്ടേക്കാണ് തിരിയുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായ സംഘടനകളും അല്ലെങ്കിൽ ഭൂരിപക്ഷ ക്രിസ്ത്യൻ സമുദായ സംവിധാനങ്ങളും ഒരു ഭരണവിരുദ്ധത, ഒരു ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു പ്രതികരണം പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ BJP അത്ര ശക്തമല്ല. നമുക്കറിയാം, തിരുവല്ല, ചെങ്ങന്നൂർ പോലെ പത്തനംതിട്ടയിലെ ചില മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ കോട്ടയം ജില്ലയിൽ അവർ അത്ര ശക്തമല്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലൊക്കെ PC ജോർജ് മത്സരിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ പാലായിൽ ഷോൺ മത്സരിക്കുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ പാലാ പോലൊരു ഉദാഹരണമാണ്. പാലായിൽ LDF വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ കൃത്യമായി ഷോണിനും മാണി സി കാപ്പനും ഇടയിൽ വിഭജിച്ച് പോകും. ആ ഭരണവിരുദ്ധ വോട്ടുകൾ ഈ 2 പേർക്കായി വിഭജിച്ച് പോകുമ്പോൾ അവിടെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കും. സമാനമായ സാഹചര്യം ഒരുപക്ഷെ പൂഞ്ഞാറിലും ഉണ്ടാകും. അപ്പോൾ UDFലേക്ക് ചെല്ലേണ്ട പല സീറ്റുകളിലും നമുക്ക് ഇക്കുറി ഈ ഒരു പ്രതിഭാസം കാണാൻ കഴിയും. അതാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേകത. മധ്യ തിരുവിതാംകൂറിൽ മറ്റിടങ്ങളിൽ, ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ അവിടെ BJPക്ക് വലിയ സ്വാധീനമില്ല, NDAക്ക് സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ അവിടെ UDF വലിയ മുന്നേറ്റം കാഴ്ചവെക്കും. പക്ഷേ എറണാകുളം ജില്ലയിൽ പോലും നമുക്ക് പറയാൻ കഴിയില്ല, ഇപ്പോഴത്തെ വലിയ UDF തരംഗമുള്ള ഒരു ജില്ലയാണ്. പക്ഷെ അവിടെ 2020 BJP ഒരുമിച്ച് ചേർന്ന് ശക്തമായ ഒരു മത്സരം പല സ്ഥലങ്ങളിൽ കാഴ്ചവെക്കുന്നത്. നമ്മളിപ്പോൾ പൊതുവെ പരിഹസിക്കുന്നു 2020 സ്ഥാനാർത്ഥികളൊക്കെ ദുർബലരാണ്, പല ഡീലുകളും നടക്കുന്നുവെങ്കിലും മത്സരം ഒട്ടും മോശമല്ല. അപ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ അവിടെയും വിഘടിക്കാനിടയുണ്ട്. പക്ഷേ എറണാകുളത്തൊക്കെ തരംഗം ശക്തമായതുകൊണ്ട് UDFന് അനുകൂലമായി നിൽക്കാം. വടക്കൻ മലബാറിൽ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയോടെ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മേഖലകൾ ഉറപ്പിച്ചു നിർത്താൻ കഴിയും. പക്ഷേ അതിലപ്പുറം കണ്ണൂർ, കാസർഗോഡ് എങ്ങനെ വിലയിരുത്തും, എങ്ങനെ വിധി എഴുതും? അപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്പോൾ മഞ്ചേശ്വരം സുരേന്ദ്രന് അനുകൂലമായി നിൽക്കുന്നൊരു കാഴ്ചയാണ്. വയനാട് BJPക്ക് വലിയ സ്വാധീനമില്ല, അതുകൊണ്ടത് UDFന് അനുകൂലമായി വരും. അപ്പോൾ BJP NDA മുന്നണിക്ക് സ്വാധീനമുള്ള പല മേഖലകളിലും എങ്ങനെയാണ് ആത്യന്തികമായി വിധി നിർണ്ണയിക്കപ്പെടുന്നതെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് NSSലേക്ക് വരാം.
NSSൻ്റെ പ്രത്യേകത എന്താണ്? സുകുമാരൻ നായർ ആദ്യം സമദൂരം പ്രഖ്യാപിക്കുന്നു, പിന്നീട് ശരിദൂരത്തിലേക്ക് വരുന്നു, എല്ലാറ്റിനും ഒടുവിൽ LDF ദൂരത്തിലേക്ക് വരുന്നു, പിണറായി ദൂരത്തിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ സുകുമാരൻ നായർ പറയുന്നത് ഞങ്ങൾ ശരിദൂരം പാലിക്കുമെന്നാണ്. പക്ഷേ NSSനെ സംബന്ധിച്ച് പിണറായി വിജയനോട് LDFനോട് പഴയ അസ്പർശ്യതയല്ല, കൂടുതൽ അടുപ്പമുണ്ട്. എന്നാൽ UDFനോട് പലവിധ അകൽച്ചയും NSSൻ്റെ മനസ്സിലുണ്ട്. ഇത് ഏതൊക്കെ തലങ്ങളിൽ പ്രതിഫലിക്കുന്നു? ആളുകൾ പറയും ഈ സമുദായ നേതാക്കൾ പറയുന്നിടത്തൊന്നും വോട്ട് വീഴില്ലെന്ന്. പക്ഷെ ഒരു സമുദായ സംഘടന എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഭാരവാഹികൾ ചേർന്ന ഒരു ശൃംഖലയാണ്. ആ ഭാരവാഹികളുടെ കുടുംബങ്ങൾ, അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് സമുദായ അംഗങ്ങൾ, ഇതൊക്കെ ചേരുമ്പോൾ ഒരു മണ്ഡലത്തിൽ 2000 മുതൽ 5000 വരെ ഒരു വോട്ടിൻ്റെ സ്വാധീനം നിലനിർത്താൻ വളരെ ശക്തിയുള്ള SNDP പോലെയുള്ള അല്ലെങ്കിൽ NSS പോലെയുള്ള സംഘടനകൾക്ക് കഴിയും. അതിനൊന്നും നമുക്കത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ സമുദായ സംഘടനാ നേതാക്കളെ വെല്ലുവിളിക്കുന്ന ശൈലിയാണ് VD സതീശൻ പുറത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം ഇതിനെല്ലാം തകർത്തെറിയുന്ന ഒരു തരംഗമുണ്ടായാൽ തീർച്ചയായും അത് UDFനെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാകും. പക്ഷേ NSSനെ സംബന്ധിച്ച് അവർ പരസ്യ നിലപാട് UDFന് അനുകൂലമായി കൈക്കൊള്ളുന്നില്ല. ഇനി SNDPയിലേക്ക് വരാം. BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എന്തായാലും വെള്ളാപ്പള്ളി BDJSനെതിരെ ചെറുവിരൽ അനക്കില്ല. പക്ഷെ അതിലപ്പുറമുള്ള മണ്ഡലങ്ങളിൽ LDFന് അനുകൂലമായി കൃത്യതയോടെ ചില ഏകോപന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. അത് നമുക്കറിയാം. വെള്ളാപ്പള്ളിക്ക് താല്പര്യമുള്ള ചില UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ SNDPയുമായി ബന്ധപ്പെട്ട ആ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് LDF ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പ് രംഗം വിലയിരുത്തുമ്പോൾ സാമുദായിക ഇക്വേഷനുകൾ മുൻപ് ഏത് തലത്തിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇനി മീഡിയ. കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഭരണവിരുദ്ധത കൃത്യതയോടെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ ഭരണത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, ഈ ഭരണം അക്കമിട്ട് നിരത്തി മുൻപ് പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഒന്നും മാധ്യമങ്ങൾ സ്പർശിച്ചതേയില്ല. എന്തിനേറെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലും അവർ വിഷയമാക്കിയില്ല. വലിയ പണത്തിൻ്റെ ഒഴുക്ക് LDFിൽ നിന്ന്, സർക്കാരിൽ നിന്ന് മാധ്യമങ്ങൾക്ക് അനുകൂലമായി ഈ കാലഘട്ടത്തിലുണ്ടായി. അതുകൊണ്ടുള്ള ഒരു നന്ദി പ്രകടനമാണ് അവർ നടത്തുന്നത്. ഇനി സർവേകളെടുത്തേ, 50-50 എന്നതുപോലെയാണ് സർവേകൾ. ഏതെല്ലാം പെയ്ഡ് സർവേകൾ, അതിലൊന്നും വിശ്വസിക്കേണ്ട. പക്ഷേ സർവേകളിൽ മുൻതൂക്കമില്ല. മറുവശത്ത് വാർത്തകളിൽ മുൻതൂക്കം UDFന് നൽകിയിട്ടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ. അപ്പോൾ പൂർണ്ണമായും ഒരു ട്രേഡ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ LDF നടത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു സങ്കീർണമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇടവരുത്തി. ഇനി പിണറായിയുടെ കാര്യം എടുത്തേ. പിണറായി ഒരു ബ്രാൻഡായി വലിയ കോർപ്പറേറ്റ് വൽക്കരിച്ച് വലിയ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ശൈലിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അതിനെതിരെ വലിയ ഒരു ജനവികാരമുണ്ട്. പ്രത്യേകിച്ച് CPMൽ തന്നെയുള്ളവരുടെ വലിയൊരു വികാരമുണ്ട്. പിണറായിസത്തിനെതിരെയുള്ള ഒരു കലിപ്പുണ്ട്. പിണറായിയോട് കടക്ക് പുറത്ത് പറയുന്ന ഒരു ആക്രോശം നമുക്കിത് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി കാണാൻ കഴിയും. പക്ഷെ അതും ആത്യന്തികമായി UDFനും BJPക്കും ഇടയിൽ വിഘടിക്കുമോ? ആ വികാരം പോലും, അതാണ് അതിലെ ഏറ്റവും മുഖ്യമായ കാര്യം. പിന്നെ കേരളത്തിൽ ഇന്ന് വിധി നിർണ്ണയിക്കുന്നത് ആരാണ്? യുവജനങ്ങളാണ്. ഈ ജെൻസി എന്ന് പറയുന്ന വിഭാഗത്തിന് ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചു. അവർ ഈ പൊളിറ്റിക്സിൽ ബോധേടയല്ല. ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ LDF ആണ്, UDF ഇത്രമാത്രം അറിയാം, മറ്റൊന്നും അറിയില്ല. പിണറായി അറിയാം. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുഷ് ചെയ്യപ്പെടുന്ന വസ്തുതകൾ അതവർ ഏത് തലത്തിലാണ് അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കത്ര വിലയിരുത്താൻ കഴിയില്ല. മുമ്പൊക്കെ DYFIയുടെ യൂത്ത് ഫോറംസിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലുമൊക്കെ കമ്മിറ്റികൾ ഒരുപാട് യുവതികൾ വരുമായിരുന്നു. ഇപ്പോൾ അത്തരം നമുക്ക് ആൾക്കൂട്ടങ്ങൾ, യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ കാണാൻ കഴിയുന്നില്ല. ഇതിൽ അൽഗരിതംസ് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻപുട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡ്യൂറേഷൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിന് സമാനമായ സ്റ്റോറീസാണ് നമ്മുടെ വാളിലേക്ക് പുഷ് ചെയ്യുന്നത്. ഇതാണ് അൽഗരിതം. അത് AI, മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലാണ് ഈ അൽഗരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ UDF തങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത് ഒരു 5 ദിവസത്തിന് ശേഷമാണ് പ്രചരണം കൊഴുപ്പിച്ചത്. പക്ഷേ 5 ദിവസങ്ങൾക്ക് മുൻപ് LDF കളം പിടിച്ചിരുന്നു, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിൽ. അപ്പോൾ അതിൽ തന്നെ അൽഗരിതം വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ LDF കേന്ദ്രങ്ങൾ പുറത്തേക്ക് വിട്ട റീലുകൾ, അവർ പ്രചരിപ്പിച്ച വികസന സ്റ്റോറികളൊക്കെ
കൂടുതൽ വ്യൂവർഷിപ്പ് നേടിയിട്ടുണ്ട്. ഇതൊക്കെ ഏത് തലത്തിൽ ഈ യുവാക്കളുടെ മുന്നിൽ ഈ കിണറ്റി കിടക്കുന്ന തവളകളെ പോലെയാണ് ഈ ജെൻസി. അവരുടെ മുന്നിൽ ഈ വാളിൽ വരുന്ന ഈ പോസ്റ്റുകൾ, റീലുകൾ, ഈ സ്റ്റോറികൾ അവർ വായിച്ചിട്ട് അവർ വേറൊരു ലോകത്താണ്. അപ്പോൾ അവരെ തിരുത്താൻ എത്രമാത്രം UDFനും ഭരണവിരുദ്ധതയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒട്ടനവധി സങ്കീർണമായ ഘടകങ്ങൾ ഇതിലുണ്ട്. പിന്നീട് നമ്മൾ 2021 തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച്, അന്ന് UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചവർ എത്ര പേരാണ്? UDFന് 100 സീറ്റ് വരെ പ്രവചിച്ചവരുണ്ട്. നമ്മൾ COVID-19 കുറ്റം പറയുമെങ്കിലും അന്നൊരു അത്ഭുതമാണ് നടന്നത്. അന്നും BJPയുടെ സ്വാധീനം ചെറുതായി കണ്ടു UDF. ഇപ്പോൾ BJP സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ ഏത് തലങ്ങളിലൊക്കെ അത് UDFന് വെല്ലുവിളി ഉയർത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. ഇവിടെ ഭരണവിരുദ്ധത വിഘടിച്ചില്ല എങ്കിൽ, അത് വിഘടിക്കപ്പെട്ടില്ല എങ്കിൽ UDF മിനിമം 100 സീറ്റിൽ ഈ കുറെ അധികാരത്തിലെത്തേണ്ടതാണ്. അവിടെ നിന്നാണ് ഇത്തരം ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. സാറേ, ഇപ്പം നമുക്ക് ഒന്നാം പിണറായി സർക്കാരും ഇപ്പം രണ്ടാമത്തെയും കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്തും പലതരത്തിലുള്ള ഭരണവിരുദ്ധത നിലനിന്നിരുന്നു. അന്നും ഇത് ജനങ്ങളിലേക്ക് കറക്റ്റ് എത്തിക്കാനായിട്ട് പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഒരു അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും അത് എത്രത്തോളം പ്രതിപക്ഷത്തിന് ഈ 2 കാലഘട്ടത്തെയും കമ്പയർ ചെയ്യുമ്പോൾ അത് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഈ പ്രതിപക്ഷത്തിന് സ്ട്രാറ്റജിക് ഒരു ഡിഫക്റ്റ് ഇക്കുറിയുണ്ട്. കാരണം അവർ വാഗ്ദാനം മാത്രമാണ് ഇക്കുറി മുന്നോട്ട് വെച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും LDFും ജനങ്ങൾക്ക് കിറ്റ് കൊടുത്ത് അവരെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുത്തും പണം കൊടുത്തുമൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ശൈലി, ആ മാർക്കറ്റിംഗ് തന്ത്രം അന്ന് പിണറായി വിജയൻ പയറ്റി. അത് വിജയിച്ചു എന്ന് കണ്ട് അതേ തന്ത്രമാണ് ഇക്കുറി UDF കൈക്കൊണ്ടത്. മറിച്ച് പിണറായി വിജയൻ സർക്കാരിനെ പൂർണ്ണമായി ആക്രമിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പലവിധ സോഷ്യൽ മീഡിയ സ്റ്റോറികൾ കൊണ്ട്, പല തലത്തിലുള്ള ക്യാമ്പയിനുകൾ കൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ഒന്നുകൂടി ഒന്ന് സ്പാർക്ക് ഉണ്ടാക്കാൻ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. ആ ഒരു ദൗത്യം മാധ്യമങ്ങൾ ചെയ്യുമെന്നായിരിക്കും ഒരുപക്ഷെ ഈ പാവങ്ങൾ കരുതിയത്. പക്ഷേ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തു. മാധ്യമങ്ങൾ കയ്യിലില്ല എങ്കിലും ആർജവമുള്ള ഒരു സംവിധാനത്തിന് തീർച്ചയായും ഒരു ക്യാമ്പയിൻ തുടരാൻ കഴിയും. പക്ഷേ ഇവിടെ എന്താണ്, ജനങ്ങൾക്ക് കുറച്ച് വാരി വലിച്ചു കൊടുത്താൽ അവരൊക്കെ തങ്ങളുടെ പെട്ടിയിൽ ഒട്ട് ഇടും എന്നുള്ളൊരു മിഥ്യാധാരണ UDFനെയും ബാധിച്ചു. അത് UDFന് സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ചാണ്. കാരണം അവരുടെ പരസ്യം നോക്കിയാൽ മതി, എല്ലാ പരസ്യത്തിലും ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടി, സൗജന്യങ്ങൾ മാത്രം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, യുവാക്കൾക്ക് ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം, ഇതൊക്കെ അട്രാക്റ്റ് ചെയ്യും, നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇതേ വാഗ്ദാനങ്ങളാണ് തൊട്ടപ്പുറത്ത് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ വാഗ്ദാനങ്ങളാണ് NDA ഇതിനേക്കാൾ അപ്പുറത്തെ വാഗ്ദാനം. LDF പറയുന്നത് അത് തന്നെയല്ലേ, 3000 രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങളും ആക്കും നിങ്ങളും ആക്കും. ആത്യന്തികമായി അത് ടാലീഡായിപ്പോയി ഈ വാഗ്ദാനങ്ങൾ. പിന്നീട് ജനങ്ങൾക്കറിയാം ഈ വാഗ്ദാനമൊക്കെ പൊള്ളയാണ്, പ്രകടന പത്രികയിൽ പറയുന്ന, പരസ്യത്തിൽ പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് ജനങ്ങൾക്കറിയാം. പക്ഷേ LDFനെ സംബന്ധിച്ച് അവർ ചെയ്തത് എന്താ, അവർ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതിനേക്കാൾ അതിശയോക്തി കലർത്തി ജനങ്ങൾക്ക് മുന്നിൽ അവർ പരസ്യ രൂപത്തിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ പിണറായിയെ ഓവർ ബ്രാൻഡിങ് നടത്തിയെന്ന് മാത്രമാണ് അക്കാര്യത്തിൽ UDFന് കിട്ടിയൊരു ഗുണം. ഇപ്പോൾ UDFന് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി മെനയുന്നതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. പക്ഷെ ജനങ്ങളുടെ ഒരു വികാരം ഉണ്ടല്ലോ, ജനങ്ങളുടെ ഒരു ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ ഒരൊറ്റ ഗുണമാണ് UDFന് ലഭിക്കുന്നത്. ആ ഗുണം ഭോക്താക്കളാകാൻ UDFന് ഇക്കുറി കഴിയും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ വളരെ വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോഴും വലിയ പിണറായി വിരുദ്ധത, ഭരണവിരുദ്ധത കേരളത്തിലുണ്ട്. അത് ഏത് തലത്തിൽ UDFന് അനുഗ്രഹമാകും അല്ലെങ്കിൽ UDFന് അനുകൂലമാകും എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. സംശയം പ്രകടമാക്കുന്നത് ഇത്തരം സങ്കീർണമായ ഘടനാപരമായ വസ്തുതകളുടെ പിൻബലത്തിലല്ല, മറിച്ച് എല്ലാവരും വെറുതെ അങ്ങ് പറയുകയാണ്. പക്ഷേ നമ്മൾ പൂർണ്ണമായി അനലൈസ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ പല പാളിച്ചകളും സംഭവിച്ചു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വ്യക്തി താല്പര്യമുണ്ടായി UDFനെ സംബന്ധിച്ച്. നമുക്കറിയാം ഒട്ടനവധി സീറ്റുകളിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും വീതം വെച്ചെടുത്ത് അവർക്ക് താല്പര്യമുള്ള ആളുകളെ. പക്ഷെ അതൊന്നും ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നീട് വലിയ പൊട്ടിത്തെറികളും വിവാദങ്ങളൊക്കെ ആകും. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. നമ്മുടെ ഈ ചർച്ച പോലും ഇനി ജനങ്ങളെ സ്വാധീനിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ കാര്യങ്ങൾ വളരെ പച്ചയായി തുറന്നു പറയുന്നത്. കാരണം ഒരു വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തി. അവരെ സംബന്ധിച്ച് അവർ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുള്ളവരാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന്
ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഓരോരുത്തരും നിശ്ചയിച്ചുറപ്പിച്ചു, ഇനി അതിൽ വ്യത്യാസമില്ല, ആ വോട്ട് അതത് പെട്ടികളിലിടും. പക്ഷേ വിജയം, ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കഴിഞ്ഞ കാലഘട്ടം, ഒരു പതിറ്റാണ്ട് കാലം എന്ന് പറയാം, ഏറ്റവും കുറഞ്ഞത് ഈ 5 വർഷം സർക്കാരിനെ നമ്മൾ നിശ്ചിതമായി വിമർശിച്ചു. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു 4ാം തൂണിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ വിമർശനങ്ങൾ മാന്യമായ ഭാഷയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും കയ്യടിക്ക് വേണ്ടി, വ്യൂവർഷിപ്പിന് വേണ്ടി ഒരു വാർത്തയും കടത്തി പറയാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ ആണെങ്കിൽ പോലും നമ്മളൊരു മര്യാദയുടെ സീമ അത് ലംഘിക്കാതിരിക്കാൻ വിമർശനങ്ങളിൽ എപ്പോഴും അവർ മാന്യത പുലർത്തണമെന്ന് ശഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് ജനങ്ങൾക്ക് അതിനുള്ള വിവേകമുണ്ട്, ആര് കേരളം ഭരിക്കണമെന്ന്. അത് ഞാനോ മറ്റൊരാൾ കൃഷ്ണേന്ദു ഒന്നും തീരുമാനിക്കുന്നിടത്തല്ല. ജനങ്ങൾ, അവരുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ചില ആളുകൾക്ക് തെറ്റുപറ്റാം, ചില ആളുകൾ വികലമായ തീരുമാനമെടുക്കാം. പക്ഷേ ഇത് വലിയൊരു വോട്ടിംഗാണ്. വോട്ടിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരുപാട് ബ്രെയിനുകൾ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരുപാട് ചിന്തകൾ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതാണ് ആത്യന്തികമായി വിജയിക്കുന്നത്. അല്ലാണ്ട് ഒരു മഹാഭൂരിപക്ഷം ജനങ്ങളെടുക്കുന്ന ഒരു തീരുമാനം വിഡ്ഢിത്തരമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്നോട് ഒരിക്കലൊരു തോറ്റ സ്ഥാനാർത്ഥി, തമാശ പറഞ്ഞ ഒരു സമയത്താവാം, പക്ഷേ പുള്ളി ആ മണ്ഡലത്തിൽ അയാൾ തോറ്റു കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ഡാഷ് മക്കൾ, ഇപ്പോൾ പിണറായി വിജയൻ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, ആ ഡാഷ് മക്കൾ എന്നെ തോപ്പിച്ച് കളഞ്ഞു, നന്ദിയില്ലാത്തവന്മാർ. അപ്പം സ്വാഭാവികമായി ഇത് കേട്ട് നിന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, നന്ദിയില്ലാത്തത് ഇയാൾക്കാണോ അവർക്കാണോ എന്ന്. അപ്പം നമുക്കിതൊന്നും നിർവചിക്കാൻ പറ്റില്ല. ജനങ്ങൾ തന്ത്രപരമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവർ ബുദ്ധിശാലികളാണ്. അവരിന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അവരോട് എന്ത് തീരുമാനം എടുക്കണമെന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. പക്ഷേ ഈ വെല്ലുവിളികൾ UDF മുന്നണിക്ക് മുന്നിലുണ്ട് എന്നവർ മറക്കരുത്. മറുവശത്ത് LDFനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം ഇത്തരം ഘടകങ്ങളിലാണ്. BJP NDA സംബന്ധിച്ച് ഇത് കുളം കലക്കി ഏതെങ്കിലും തരത്തിലൊരു തൂക്ക് മന്ത്രിസഭ ഇവിടെ വരണം, എങ്കിലേ തങ്ങൾക്കൊരു സ്പേസ് കിട്ടൂ. മുന്നണികളെ പൊളിച്ച് ചില ഘടകകക്ഷികളെ ഒപ്പം ചേർത്ത് ഒരു വിശാല മുന്നണി രൂപീകരിച്ച് വീണ്ടും കേരളത്തിൻ്റെ ഒരു ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരാൻ അതാണ് ചാൻസ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് BJP അറ്റാക്ക് ചെയ്യുന്ന 2 മുന്നണികൾക്ക് നേരെയാണ്. മറുവശത്ത് 2 ടേമായിട്ട് ഒരു പതിറ്റാണ്ടായി ഭരണം തുടരുന്നവർക്ക് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മടി, മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും കസേര കയറിയിരിക്കണം. ഏതായാലും ഇന്ന് എന്താണ് മലയാളികൾ കരുതുന്നത് എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാം ഒരു പെട്ടിയിലാകും. അതെ, പെട്ടിയിലാകും. ഇനി വീണ്ടും ഒരു കാത്തിരിപ്പ്. ഇനി മെയ് 4-ാം തീയതി വരെ നമുക്ക്, മാത്രമല്ല പലരും പെട്ടിയിലാകും. അതെ, ഇനി ഒരു മെയ് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കണം. എന്താണ് സാറ് പറഞ്ഞു, എത്രയൊക്കെ നമ്മൾ നിർവചിക്കാൻ പറ്റാത്തതിനപ്പുറം ഒരു അത്ഭുതം നടക്കുമോ എന്നുള്ളത് തരംഗം ഉണ്ടായ ഇതെല്ലാം അപ്രസക്തമാണ്. കാരണം തരംഗം ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, BJPയുടെ വോട്ടിംഗ് ശതമാനം കൂട്ടില്ല, UDFന് അനുകൂലമാകും. തീർച്ചയായിട്ടും. അപ്പം നമുക്കും കാത്തിരിക്കാമല്ലോ സാർ, എന്തായിരിക്കും ജനമനസ്സ്, കേരളം ആര് ഭരിക്കണം എന്നുള്ളതിന് എന്താണ് മലയാളികൾ കേരളം നൽകുന്ന ഉത്തരം എന്താണെന്ന് അറിയാൻ നമുക്കും ഇനി മെയ് 4 വരെ കാത്തിരിക്കാം. അതും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. നന്ദി.